പോലീസ് മർദ്ദനങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരു പുതിയ സംഭവമല്ല. എത്രയോ കേസുകൾ, വാർത്തകൾ, പ്രതിഷേധങ്ങൾ, നടപടികൾ. പോലീസിന്റെ ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയ എത്രയോ മനുഷ്യർ. ചിലർ സധൈര്യം പോരാടി. കോടതിക്ക് മുന്നിൽ കുറ്റക്കാരായ പോലീസുകാർ നിരന്നു നിന്നു. എല്ലാം പാഠമാകും, തിരുത്തൽ വരുത്തും, തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് നമ്മൾ കരുതി. പക്ഷേ ഒരു മാറ്റവുമില്ല. ഒരാളുടെ മുഖത്തടിക്കുക എന്നത് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ തകർക്കുന്നതാണ്. നിരപരാധി കൂടിയാണെങ്കിൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതറിഞ്ഞിട്ടും ചില ഉദ്യോഗസ്ഥർ അതിരുകൾ മറക്കുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറി സ്ത്രീയുടെ മുഖത്തടിക്കുന്ന പോലീസ്. 2024 ജൂൺ 20 എറണാകുളത്ത് പോലീസ് ഒരാളെ ഉപദ്രവിച്ചു. ഇതുകണ്ട ബെഞ്ചോ എന്ന മനുഷ്യൻ ഫോണിൽ അത് ചിത്രീകരിച്ചു. ശ്രദ്ധയിൽപ്പെട്ട പോലീസ് ബെഞ്ചോയെ കസ്റ്റഡിയിലെടുത്ത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഇതറിഞ്ഞ് ബെഞ്ചോയുടെ ഭാര്യ ഷൈമോൾ ഓടി സ്റ്റേഷനിലേക്ക് എത്തി. അവിടെയുണ്ടായ തർക്കത്തിൽ CI പ്രതാപചന്ദ്രൻ ഷൈമോളുടെ മുഖത്തടിച്ചു. ഹൈക്കോടതി നിർദ്ദേശിച്ചപ്പോൾ പോലീസ് ക്രൂരതയുടെ ദൃശ്യങ്ങൾ പുറംലോകം കണ്ടു. മാതൃഭൂമി ന്യൂസാണ് ആ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. റിയ ബേബി പറയും എന്താണ് നടന്നതെന്ന്. റിയ, ഒരു വർഷങ്ങൾ മുമ്പാണ് നടന്നത്. നമുക്കറിയാം, കുന്നംകുളത്തെ സംഭവം ആരും മറന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് പോലീസിന്റെ ക്രൂരതയെ മറയ്ക്കാൻ വേണ്ടി പോലീസ് കാട്ടിക്കൂട്ടുന്ന വ്യഗ്രത. ഒടുവിൽ നീതിപീഠം കറക്റ്റായി കണ്ണു തുറക്കുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുകയാണ്. എന്താണ് അന്ന് സംഭവിച്ചത്? എത്രമാത്രം ക്രൂരതയാണ്? ഗർഭിണി കൂടിയായിരുന്നു ആ സ്ത്രീ എന്നാണ് അറിയുന്നത്. വനിതാ പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഒരു കരുതലോ കരുണയോ ഉള്ള സമീപനം ഉണ്ടായില്ല എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ദിവിഷ്, ഇത് നമുക്ക് കൃത്യമായി കേസിന്റെ തുടക്കം മുതൽ അറിയാവുന്നതാണ്. കാരണം 2024 ജൂൺ 20 നമ്മളും ഷൈമോളുടെ പ്രതികരണമൊക്കെ എടുത്തതാണ്. എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുന്നിലായിരുന്നു ഗർഭിണിയായി അവരന്ന് ഉണ്ടായിരുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉന്തും തള്ളും ഉണ്ടായി. ഗർഭിണിയാണ്, അതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്ത് കുഞ്ഞ് സുരക്ഷിതമാണോ എന്ന് അറിയാനായിട്ടായിരുന്നു അവരന്ന് ജനറൽ ആശുപത്രിയിൽ എത്തിയത്. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ എന്ന് പറയുന്നത് ഷൈമോൾ പോലീസിനെ ആക്രമിച്ചു, പോലീസ് സ്റ്റേഷന്റെ ചില്ലുകൾ തകർത്തു, അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചു, ഒരു സംഘർഷമായ സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് പോലീസിന്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ അവിടെ നിന്ന് മാറ്റി. ഈ ഇരട്ട കുഞ്ഞുങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചെറിഞ്ഞു ഷൈമോൾ എന്നൊക്കെയായിരുന്നു പോലീസിന്റെ വിശദീകരണം. അതുകൊണ്ട് തന്നെ ഷൈമോൾ പറഞ്ഞതൊക്കെ ഒരു ആരോപണമായി മാത്രം അവിടെ നിലനിൽക്കുകയായിരുന്നു. CI തന്റെ മുഖത്തടിച്ചു, തന്നെ പിടിച്ചു തള്ളി, നെഞ്ചത്ത് തള്ളി എന്നതൊക്കെ ഷൈമോൾ അന്ന് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ CCTV ദൃശ്യങ്ങൾ അന്ന് പുറത്തുവിടാൻ പോലീസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അതൊരു ആരോപണമായി നിലനിൽക്കുന്നു. എന്നാൽ പോലീസിന്റെ ആ കള്ളക്കഥ പൊളിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടത്. മാതൃഭൂമി ന്യൂസ് അത് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് പുറത്തുവിട്ടതാണ്. ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. CI പ്രതാപചന്ദ്രൻ ഷൈമോളെ പിടിച്ചു തള്ളുന്നു. ഷൈമോൾ അത് ചോദിക്കാനായി അടുത്തേക്ക് വരുമ്പോൾ മുഖത്തേക്ക് അടിക്കുന്നു. പിന്നീട് മുഖത്തേക്ക് അടിക്കുമ്പോൾ ഭർത്താവായ ബെഞ്ചോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ ശബ്ദം നമുക്ക് വ്യക്തമല്ല. അന്നു മുതൽ അവർ പറഞ്ഞത് ഗർഭിണിയാണ് ഭാര്യ, അവരെ മർദ്ദിക്കരുതെന്ന് താൻ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ തൻ്റെ നേർക്ക് വന്ന് CI പ്രതാപചന്ദ്രൻ തൻ്റെ തലയ്ക്കടിക്കുകയും ഭിത്തിയോട് ചേർത്ത് തല ഇടിക്കുകയും ചെയ്തു. അതായിരുന്നു അന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞത്. അതൊക്കെ ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങൾ. പോലീസ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ഈ കാലം അത്രയും തയ്യാറായില്ല. ഒടുവിൽ കോടതിയിൽ നിയമപരമായി പോരാടി കോടതി വഴിയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ പരാതിക്കാർക്ക് ലഭ്യമായിരിക്കുന്നത്. അങ്ങനെയാണ് പോലീസിന്റെ കള്ളക്കഥ ഇവിടെ പൊളിയുന്നത്. എന്തായാലും ഗർഭിണിയായ ഒരു സ്ത്രീ കൈക്കുഞ്ഞുങ്ങളുമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത, ഒരു കാരണവുമില്ലാതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത തന്റെ ഭർത്താവിനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒന്ന്, വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്, അവർക്ക് അവരെ മാറ്റിയിരുത്താം, അവരോട് വക്കീലുമായി വരാൻ ആവശ്യപ്പെടാം, സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. പക്ഷേ അവർ ബലം പ്രയോഗിച്ച് കുഞ്ഞുങ്ങളെ എടുക്കുന്നു. അതിലൊരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഇവരുടെ മുടിക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവർ ഗർഭിണിയാണെന്ന വിവരം പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഗൗനിക്കാതെ ഒരു CI അവിടെ വന്ന് ആ സ്ത്രീയുടെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും മുഖത്തടിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബലപ്രയോഗവും ഒരു ധാർഷ്ട്യവും ഒക്കെ എന്തുകൊണ്ടാണ് പോലീസ് പ്രയോഗിക്കുന്നത് എന്നതാണ് ഉയരുന്ന ചോദ്യം. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കള്ളക്കഥ മാധ്യമങ്ങൾക്ക് മുന്നിലും പുറത്തേക്കും പോലീസ് അന്ന് പുറത്തുവിടുകയാണ്.